إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبد الله ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فأعوذ بالله من الشيطان الرجيم وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ മുറുകെ പിടിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. അതനുസരിച്ചുകൊണ്ട് അല്ലാഹു നിർദ്ദേശിച്ച പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മളിൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇന്ന് നോമ്പുകാരാണ്. അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. യഥാർത്ഥത്തിൽ ലോക മുസ്ലിമീങ്ങൾ അവരവരുടെ നാടുകളിൽ ഇരുന്നു കൊണ്ട് ഖുതുബകൾ കേൾക്കുകയാണെങ്കിലും അവരവരുടെ വീടുകളിൽ അവരുടെ കുടുംബത്തോടൊപ്പം കഴിച്ചുകൂട്ടുകയാണെങ്കിലും ഹൃദയം മക്കയിലാണ്. മക്കയിൽ ഹാജിമാര് ഏതാണ്ട് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇനി കല്ലേറ് ബാക്കിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജ് ചെയ്ത സകല ഹാജിമാരുടെയും മുൻ വർഷങ്ങളിൽ ഹജ്ജ് ചെയ്തവരുടെയും പരിപൂർണമായും ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് അല്ലാഹു അവർക്ക് രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജ്, മക്ക, കഅബ എന്നൊക്കെ കേൾക്കുമ്പോ ഏതൊരു മുസ്ലിമിന്റെ ഹൃദയത്തിലാണ് ഒരു രോമാഞ്ചം വരാത്തത്, ഒരാഗ്രഹം പൂവിടാത്തത്? നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെയാണെങ്കിലും അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? ആ കഅബ കൺകുളിർക്കെ ഒന്ന് കാണാൻ, ആ മതാഫിൽ തവാഫ് ചെയ്യാൻ, ഹജർ അസ്വദിനെ ഒന്ന് ചുംബിക്കാൻ, ആവോളം സംസം വെള്ളം കുടിക്കാൻ, സഫ മർവ കുന്നുകൾക്കിടയിൽ ഒന്ന് സഅയ് ചെയ്യാൻ, മിനയുടെ തെരുവുകളിൽ രാത്രി പാർക്കുവാൻ, അറഫ മൈതാനത്ത് ജബലുർ റഹ്മയുടെ അടുത്ത് ഒന്ന് സംഗമിക്കുവാൻ, മുസ്ദലിഫയിൽ രാപ്പാർത്ത് ജംറയിൽ കല്ലെറിയുവാൻ, തവാഫുൽ ഇഫാദ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവേഗം നമുക്ക് എല്ലാവർക്കും ഹജ്ജ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഹജ്ജ് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവ് നിശ്ചയിക്കുകയും ആ കഴിവ് എത്തിയവരുടെ മേൽ നിർബന്ധമാക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. എന്നാൽ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, നമ്മളെ പടച്ച നമ്മുടെ റബ്ബിന് നമ്മുടെ കുറവുകളും നമ്മുടെ ദുർബലതകളും തീർച്ചയായും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് പരിപൂർണമായും കഴിവെത്തിയിട്ടില്ലെങ്കിലും ഹജ്ജിന്റെ ആ ഒരു പ്രതിഫലം പൂർണ്ണമായും നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ചില കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ചില അമലുകൾ നിശ്ചയിച്ചിട്ടുണ്ട്.
നമുക്ക് ഫിസിക്കലി പോയി ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ചില അമലുകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കർമ്മങ്ങളെ നമ്മളൊന്ന് പഠിക്കണം, നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഹജ്ജിന്റെ ഒരു ഹാജി നേടിയെടുക്കുന്ന പ്രതിഫലം പൂർണ്ണമായും കരസ്ഥമാക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വേണം. ഇൻഷാ അല്ലാഹ് ചില അമലുകളിലേക്ക് നമുക്ക് നോക്കാം. ഈ ഖുതുബ കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണമെന്നുള്ള ഒരു നിയത്ത് നമുക്ക് ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി ബാറക്കല്ലാഹു ഫീക്കും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിഫലം ഹജ്ജിന്റെ വിഷയത്തിലാവട്ടെ ഏത് വിഷയത്തിലുമാവട്ടെ അവന് നേടിക്കൊടുക്കുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥമായ സ്വാദിഖായ നീയത്ത് എന്നുള്ളത്. ഒരു പക്ഷേ ഒരു കർമ്മം ചെയ്യുന്ന ആ ഒരു കർമ്മം പൂർത്തിയായി ചെയ്യുന്ന വ്യക്തിയേക്കാൾ നീയത്ത് വെച്ചവന് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ദേശം നന്നാക്കി കഴിഞ്ഞാൽ, നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കർമ്മമുണ്ടല്ലോ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യുന്നതാണ്. എത്രയോ മനുഷ്യന്മാരുണ്ട്, അവരൊരു പക്ഷെ കിടക്കകളിലായിരിക്കും, രോഗികളായിരിക്കും, ഒരുപക്ഷെ അവര് ഒന്നും സാധിക്കാത്ത രീതിയിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. പക്ഷെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അമലുകൾ ചെയ്യുന്നവരെക്കാൾ കൂടുതൽ, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരെക്കാൾ കൂടുതൽ, നോമ്പെടുക്കുന്നവരെക്കാൾ കൂടുതൽ, ഹജ്ജ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പ്രതിഫലം കരസ്ഥമാക്കിയവരായിരിക്കും. അഥവാ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് തീർച്ചയായും വളരെയധികം പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ദുനിയാവ് 4 തരക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ദുനിയാവിൽ 4 തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. ഈ ഒരു ഹദീസിൽ രണ്ടാമത്തെ തരം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാലാ. അതെ, ഒരു വിഭാഗം ആളുകളുണ്ട്, റസഖഹുല്ലാഹു ഇൽമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിവ് നൽകി, വലം യർസുഖഹു മാല, സമ്പത്ത് നൽകിയിട്ടില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, എന്നാലോ ആത്മാർത്ഥമായ നിയ്യത്തുള്ളവരാണ്, അമലുകൾ ചെയ്യാൻ വളരെ അധികം ആഗ്രഹിക്കുന്നവരാണ്. അദ്ദേഹം പറയുകയും ചെയ്യും, ലൗ അന്ന ലീ മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ. എനിക്കെങ്ങാനും പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്കെങ്ങാനും അവൻ ചെയ്യുന്നത് ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ഞാൻ പൂർത്തിയാക്കുമായിരുന്നു, അത് ഞാൻ ചെയ്യുമായിരുന്നു. നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാ. സുബ്ഹാനല്ലാഹ്, ഫഹുവ ബിനിയ്യതിഹി, അവനവന്റെ നിയ്യത്ത് കൊണ്ടാണ്. ഫഅജ്റുഹുമാ സവാ, അവരുടെ രണ്ടുപേരുടെയും പ്രതിഫലം തുല്യമാണ്. അവരുടെ രണ്ടുപേരുടെയും പ്രതിഫലം തുല്യമാണ്. അവന് സമ്പത്തില്ല, പക്ഷെ അതിയായ ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായ നിയ്യത്തുണ്ട്, എങ്കിലോ സുബ്ഹാനല്ലാഹ് തീർച്ചയായും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരാള് ഹജ്ജിന് പുറപ്പെടുകയാണ്, ഇവന് പുറപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ സാമ്പത്തികമായിട്ട് അവനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമെങ്കിൽ, അവന്റെ നിയ്യത്ത് ഉറപ്പുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആ ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലം നൽകും എന്നുള്ളതാണ് ഈ ഒരു ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബാറക്കല്ലാഹു ഫീക്കും, ഇൽമിന്റെ മജ്ലിസുകൾ അതിൽ പങ്കെടുക്കുക, നിയ്യത്തോടുകൂടി ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് ഹജ്ജിന് തുല്യമായ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിൻ, എത്ര ഹദീസ് ക്ലാസുകൾ, എത്ര വിജ്ഞാന വേദികൾ, എത്ര ചെറിയ ദർസുകൾ. നമസ്കാരങ്ങൾക്ക് ശേഷം പലപ്പോഴും ദർസുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, 5 മിനിറ്റിന്റെ 3 മിനിറ്റിന്റെ. പള്ളിയിലേക്ക് വരുമ്പോ എന്തായാലും നമ്മൾ പുറപ്പെട്ടു വരികയാണ്, അതിന്റെ കൂടെ തന്നെ ഇൽമ് പഠിക്കണം എന്നുള്ള നിയ്യത്ത് കൂടി നമുക്ക് ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമൻ ഹജ്ജതുഹു. സുബ്ഹാനല്ലാഹ്, ഒരാള് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോവാണ്, അവന്റെ ആഗ്രഹം എന്താണ്? ഇൽമ് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് പൂർത്തീകരിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം അവന് നൽകുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യം കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി,
പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ തിരക്കുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് പല ഒഴിവുകേടുകൾ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ദർസുകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് ശരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാറക്കല്ലാഹു ഫീക്കും, ഒരു ഭാഗത്ത് ഹജ്ജ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം നമുക്ക് ഉണ്ടാവുകയും അത് പറയുകയും എന്നാൽ അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഈ രീതിയിലുള്ള അമലുകൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീയത്തിൽ തന്നെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പള്ളികളിലേക്ക് വരുമ്പോൾ അത് പഠിക്കണം എന്നുള്ള നീയത്തിൽ വരുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും വേണ്ട, 2 ആയത്ത് പഠിക്കണം എന്ന നീയത്ത് മതി. നമുക്ക് എന്തായാലും പള്ളികളിൽ കാലഘട്ടത്തിൽ ഉസ്താമാരുണ്ടാവുമല്ലോ, ഇമാമാരുണ്ടാവല്ലോ. ഇമാമിനോട് ചോദിച്ചെന്താക്കാം, 2 ആയത്ത് പഠിക്കാൻ നീയത്ത് വെക്കും. ഇത് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, പള്ളിയിലേക്ക് വരികയും ഒരു ആയത്ത് പള്ളിയിൽ നിന്ന് ഓതുകയും ചെയ്താൽ എന്താണ് പ്രതിഫലം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാഖത്തുൻ ഖുമാ. എന്താ നാഖത്തുൻ ഖുമാ എന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ സമ്പത്ത് ഒട്ടകം, അഥവാ ആ കാലഘട്ടത്തിൽ മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഉയർന്ന സമ്പത്താണ് ആ നാഖത്തുൻ ഖുമാ എന്ന് പറഞ്ഞാൽ. ഒരു ആയത്തിന് പകരമായിട്ട് ഒരു നാഖ, ഒരൊട്ടകം. 2 ആയത്തുകൾക്ക് 2 ഒട്ടകം, 3 ആയത്തുകൾക്ക് 3 ഒട്ടകം. ഒമിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ എന്ന് നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുകൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രതിഫലങ്ങൾ ലഭിക്കും. അപ്പോ നമ്മൾ ചെറുതാണെന്ന് കാണുന്ന കർമ്മങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി അശ്രദ്ധയോടുകൂടി അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ബറക്കല്ലാഹു ഫീക്കും, നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ്. 2 ഇൽമു പഠിക്കുക എന്നുള്ള നീയത്തിൽ പള്ളികളിലേക്ക് വരിക എന്നുള്ളതാണ് ഹജ്ജിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന 2 അമലുകൾ നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ജമാഅത്തിന് പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്നു, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തി ഫിൽ ജമാഅ ഫഹിയ കഹജ്ജ വമൻ മശാ ഇലാ സ്വലാത്തി തത്വഉഇ ഫഹിയ കഉംറത്തിൻ നാഫില. ആരെങ്കിലും ഫർദ് നമസ്കാരത്തിനായി ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഹജ്ജിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു നമസ്കാരത്തിന്റെ കാര്യമാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരൊറ്റ നമസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ ഒരു ദിവസം 5 വഖ്ത് ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ വലിപ്പം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നിസ്സാരമായി കാണുന്ന വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ മേൽ വാജിബായ ഒരു കാര്യം കൂടിയാണല്ലോ അത്. നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്തരത്തിലെ നിയ്യത്തുകൾ കൂടി ഉണ്ടെങ്കിലോ സുബ്ഹാനല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ആത്മാർത്ഥമായ ആഗ്രഹം അത് മാത്രം കൊണ്ട് എന്താവൂല, ആർക്കും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതില്ല. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ചിലരൊക്കെ അക്ഷരത്തിന്റെ സ്ഫുടത കുറവുകൊണ്ട് തെറ്റായ ഒരു ഭാഗമാണിത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ എന്ന് പറയും. ഇത് വളരെ വലിയ 2 ആശയങ്ങളാണ്. യഅമൽ അമലൻ സാലിഹ, എന്ത് ചെയ്യട്ടെ? ജസ്റ്റ് ഹോപ്പ് വെക്കട്ടെ, പ്രതീക്ഷ വെക്കട്ടെ. ആർക്കെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ എന്താക്കട്ടെ? അവൻ കേവലം പ്രതീക്ഷ വെക്കട്ടെ. എന്നാൽ യഥാർത്ഥത്തിൽ ആയത്ത് എങ്ങനെയാണ്? ഐനോടുകൂടിയാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ, പണിയെടുക്കട്ടെ, അവൻ അമല് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വെറും ഒരു ഹോപ്പിന്റെ പ്രതീക്ഷയോടുകൂടി പണിയെടുക്കാതെ അമൽ ചെയ്യാതെ വെറും കേവലം വ്യാമോഹങ്ങൾ മാത്രമാണെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മാത്രമേ നമ്മളെ കുറിച്ച് സ്വയം പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? അമല് ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ ജമാഅത്തായി ഒരു വഖ്ത് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അത് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, തതവ്വുഇയായ നമസ്കാരമാണെങ്കിൽ, പ്രത്യേകിച്ച് ദുഹാ നമസ്കാരമൊക്കെ ആണെങ്കിൽ അതിന് ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് ഹദീസിന്റെ പൂർത്തീകരണത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നാലാമത്തെ കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, ഒരാള് ഫജ്ർ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും സൂര്യോദയം വരെ അവൻ പള്ളിയിൽ കഴിച്ചുകൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവനുമുണ്ട് ഹജ്ജിനു തുല്യമായ പ്രതിഫലം എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുന്നു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة تامة. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ആരെങ്കിലും ഫജ്ർ നമസ്കരിക്കുകയും
പിന്നീട് അള്ളാഹുവിന്റെ സ്മരണയിലായി അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വരെ? ഹത്താ തത്ലുഅ അശ്ശംസ്, സൂര്യോദയം വരെ. എന്നാലോ എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാനത് ലഹു കഅജ്രി ഹജ്ജ, അവനൊരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായ 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 ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്ക് എത്ര നേരമാണ് ജമാഅത്തിന് ശേഷം സൂര്യോദയം വരെ വേണ്ടിവരുന്നത്? ആലോചിച്ച് നോക്കി, നൈമിഷികമായ ഒരു സമയം. ആ സമയം ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ ദിക്റുകളിലായി നമ്മൾ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ, അതും എങ്ങനത്തെ ഹജ്ജിന്റെ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കൽ പറഞ്ഞാൽ തന്നെ എന്താണ്? അത് പൂർണ്ണമാണ്. നബിതങ്ങൾ കളവ് പറയാറില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബിതങ്ങൾ എന്താക്കാണ്? ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള ആ ഒരു പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് ഇത്തരത്തിൽ സാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തോട് പറയപ്പെടുന്നു, അദ്ദേഹം ഇദാ സല്ലൽ ഫജ്റ, ഫജ്ർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഒരു മധ്യാഹ്നം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടുമായിരുന്നു. അദ്ദേഹം പറയും, ഹാദാ ഗദ്വതി വലൗ ലം അതഗദ്ദൽ ഗദാഅ ലസഖതത് ഖുവതി. സുബ്ഹാനല്ലാഹ്, ഇതെന്റെ ഭക്ഷണമാണ്, ദിക്റിന്റെ ഭക്ഷണമാണ്. ഞാനെങ്ങാനും ഇത് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണോ ശരീരത്തിന് ദുർബലത ബാധിക്കുന്നത്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിന് ദുർബലത ബാധിക്കുന്നത്, അത്തരത്തിൽ ഞാൻ ക്ഷയിച്ചു പോകും, എന്റെ നഫ്സ് വീണുപോകും. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം മഹത്വത്തോടുകൂടിയാണ് മുൻഗാമികൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളെ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ കേവലം ആഗ്രഹത്തോടുകൂടി ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, ഹജ്ജിന്റെ പ്രതിഫലം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് കാര്യം പൂർണ്ണമാവുകയില്ല. ഫല്യഅമൽ അമലൻ സാലിഹ, സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോ ഹജ്ജിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടുന്ന ചില അമലുകൾ നമ്മൾ പറഞ്ഞു വരികയാണ്. 1, നിയ്യത്ത് നന്നാക്കണം. 2, പഠിക്കണമെന്നുള്ള നിയ്യത്തിൽ പള്ളിയിൽ പോകണം. 3, നമസ്കാരം, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം. 4, ഫജ്ർ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം സൂര്യോദയം വരെ നമ്മൾ അവിടെ ദിക്റിലായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഹജ്ജിന്റെയും ഉംറയുടെയും അഥവാ പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അടുത്തൊരു അമൽ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന അമലാണ്. നമസ്കാര ശേഷം പലപ്പോഴും നമ്മൾ എന്താണെന്നറിയില്ല, വളരെ വേഗത്തിൽ നമ്മൾ സലാം വീട്ടി കഴിഞ്ഞിട്ട് എന്താക്കും? പള്ളിയുടെ പുറത്തു പോകും. മിനിറ്റുകൾ ചെലവഴിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്താണത്? നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് ഒന്നുകൂടി ചേർക്കാനുള്ളത്, സ്ത്രീകൾക്ക് ഇത് ബാധകമാണ് കേട്ടോ. ഫജ്ർ നമസ്കാരത്തിന് ശേഷം അത് അവര് പുരുഷന്മാർ ജമാഅത്ത് നമസ്കരിച്ചതിന് ശേഷം അവര് സൂര്യോദയം വരെ കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് സ്ത്രീ അവരുടെ വീട്ടിലാണെങ്കിൽ പോലും ഇതവർക്ക് ലഭിക്കും എന്നുള്ളതാണ് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു സ്ത്രീ അവളുടെ മുസല്ലയിൽ അഥവാ അവളുടെ വീട്ടിൽ ഈ നമസ്കാരം, ഫജ്ർ നമസ്കാരം നമസ്കരിക്കുകയും പിന്നെ ദിക്റിലായി ഖുർആൻ പാരായണത്തിലായി അവൾ കഴിഞ്ഞുകൂടുകയും പിന്നെ സൂര്യോദയം വരെ അവൾ ആ നിലയിൽ കഴിച്ചുകൂട്ടി 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൾക്കും ഈ പ്രതിഫലം ലഭ്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫത്വയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമസ്കാര ശേഷം സ്മരിക്കുക എന്നുള്ളത് നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള പ്രാർത്ഥനകൾ വെറും 33 തവണയാണ്. അല്ല, നമുക്കൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ പരമാവധി ഒരു 4 മിനിറ്റിന്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അമലുകൾ നമ്മളെ ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലം നേടിത്തരുന്നവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 5 കർമ്മങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ വെറുതെ അല്ല റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്, നബിതങ്ങൾ പഠിപ്പിച്ചു തന്നത്, നാളെ 7 വിഭാഗം ആളുകൾ അർശിന്റെ തണലിൽ അവര് സുരക്ഷിതരായിരിക്കുമ്പോ അതിലൊരു വിഭാഗം ആരാണ്? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിച്ച ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, പള്ളി നമ്മുടെ കേന്ദ്രമാണ്, ദീനിന്റെ അടിസ്ഥാനമാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ ഒരു ചിഹ്നമാണ്. അതുമായി ആത്മാർത്ഥ ബന്ധമുണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം.
നമ്മുടെ സാന്നിധ്യം പള്ളികളിൽ ഉറപ്പുവരുത്തുവാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആറാമത്തേതും അവസാനത്തേതുമായ കാര്യമെന്ന് പറയുന്നത് റമദാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളതാണ്. റമദാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളതാണ്. ഹജ്ജിന് പോകാൻ സാധിക്കുന്നില്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, എന്നാൽ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അത് റമദാനിലേക്ക് മാറ്റിവെക്കും. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാനിലുള്ള ഒരു ഉംറ എന്ന് പറയുന്നത് ഹജ്ജത്തുൻ മഈ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരി അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായും ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം ഇത്തരത്തിലുള്ള അമലുകൾ കൂടി നേടിയെടുക്കാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പിൻപറ്റണമേ എന്ന് ഒന്നുകൂടെ എന്നെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളിലാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം വിശേഷിപ്പിച്ചുകൊണ്ട് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, വെള്ളിയാഴ്ചയാണ്. ഒരു ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്കറിയാം, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അത് ദുൽഹിജ്ജ് 9 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അറഫ ദിവസമാണ്. അതുകൊണ്ട് ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവും ഒരു ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവും ഒത്തൊരുമിച്ച് കൂടുന്ന ഈ ദിവസം ഇത് വളരെ വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകുവാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച അവസാന സമയങ്ങളിൽ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കാൻ സാധ്യത ഏറെയാണ്. രണ്ടാമത്തെ കാര്യം, അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു ദീൻ പൂർത്തീകരിച്ച ദിവസമാണ്. നമുക്കറിയാം, ഇതുപോലൊരു ദിവസമാണ് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് നമുക്ക് ഇറക്കി തന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. ഇന്നത്തെ നോമ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. 2 വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടുന്ന ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പിന്റെ ദിവസമാണെന്ന്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം എന്നൊക്കെ നമുക്കറിയാം. ഇത്രത്തോളം ശ്രേഷ്ഠതകൾ സമ്മേളിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, നോമ്പെടുക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും നോമ്പുകാരാണ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 2, ദിക്റും ദുആയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്റും ദുആയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തുടക്കം മുതലേ ദുൽഹിജ്ജ ആദ്യ 10 ഉപയോഗപ്പെടുത്തിയ ആളുകൾ എന്ത് ചെയ്യട്ടെ? അത് പൂർത്തീകരിക്കാൻ പരിശ്രമിക്കട്ടെ. അൽ-അമലു ബിൽ ഖവാതീം, അൽ-അമലു ബിൽ ഖവാതീം, പര്യവസാനം എങ്ങനെ എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് പൂർത്തിയാക്കാൻ ശ്രമിക്കട്ടെ. എന്നാൽ വേണ്ടതുപോലെ ദുൽഹിജ്ജ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിമിഷങ്ങൾ ബാക്കിയാണ്. റബ്ബ് കാരുണ്യവാനാണ്. നമ്മൾ മുന്നേറുവാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോ അതോടൊപ്പം തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായും നമ്മളിൽ നിന്നും നമ്മുടെ നോമ്പും നമ്മുടെ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. നാളെ വലിയ പെരുന്നാളിന്റെ സുദിനമാണ്. അതിലേക്ക് ഒരുങ്ങുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് അതിനെ ആത്മാർത്ഥമായി ഇതൊരു ആഘോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആഘോഷിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഘോഷം എന്ന് പറയുമ്പോൾ അതിന് കഴിഞ്ഞ ആഘോഷങ്ങളല്ല, ദീൻ നിഷ്കർഷിച്ച രീതിയിലുള്ള ആഘോഷങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. രാവിലെ കുളിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്തുള്ള ഏറ്റവും നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. കഴിവതും കുട്ടികളും മക്കളും സ്ത്രീകളും ഒക്കെ ആയിട്ട് തന്നെ മുസല്ലയിലേക്ക് പോകണം. ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക എന്നുള്ളത് അത് സുന്നത്താണ്. അതുപോലെ തന്നെ നമ്മള് പോയി നമസ്കാരം കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതും ഇതിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്നുള്ളത് പെരുന്നാളിന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അനുവദനീയമായ രീതിയിലുള്ള ആഘോഷങ്ങൾ, സന്തോഷ പ്രകടനമൊക്കെ നമുക്ക് വേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കുക. ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒത്തുചേർക്കാനുള്ള അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല
പെരുന്നാളിന്റെ ഈ ദിവസങ്ങളിൽ ലോകം സന്തോഷിക്കുമ്പോൾ പ്രയാസപ്പെടുന്ന ഏറെ പ്രിയങ്കരായ നമ്മുടെ ഫലസ്തീനിലെ പ്രിയ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളിൽ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുന്നതിലൂടെ അല്ലാഹു അവർക്കും നമുക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.